ഡൽഹി മദ്യനയ അഴിമതി കേസിൽ CBI അറസ്റ്റിലായ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ഉജ്ജൽ ഭുയാൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. आज सच्चाई की जीत हुई है और ये खाली सच्चाई की जीत की बात नहीं है, झूठ भी एक्सपोज हुआ है. തന്നെ അറസ്റ്റ് ചെയ്തതിന്റെ സാധുത ചോദ്യം ചെയ്തു ജാമ്യാപേക്ഷയും അടങ്ങുന്ന 2 ഹർജികളാണ് കെജ്രിവാൾ സമർപ്പിച്ചിരുന്നത്. ഈ ഹർജികളിലാണ് സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ചത്. ഒരേ സമയം കെജ്രിവാളിന് ആശ്വാസവും എന്നാൽ ആശങ്കയും നൽകുന്നതാണ് ഇന്ന് പുറത്തു വന്ന വിധി. ജാമ്യം കിട്ടിയെങ്കിലും CBI അറസ്റ്റ് ചെയ്ത നടപടി പൂർണ്ണമായും ശരിയാണെന്നും കോടതി ചേർത്തു പറഞ്ഞിരിക്കുന്നു. കൗതുകമെന്തെന്നാൽ 2 ജഡ്ജിമാരിൽ നിന്നും വ്യത്യസ്തങ്ങളായ 2 തരം വിധികളാണ് ഇന്ന് പുറത്തു വന്നത്. കെജ്രിവാളിന്റെ അറസ്റ്റ് നിയമപരമാണെന്നും നടപടിക്രമങ്ങളിലൊന്നും യാതൊരു അപാകതകളുമില്ലെന്നും ജസ്റ്റിസ് കാന്ത് വിധി പറഞ്ഞിരിക്കുന്നു. വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാൻ സെക്ഷൻ 41 പ്രകാരമുള്ള നടപടിച്ചട്ടങ്ങൾ തന്റെ കാര്യത്തിൽ CBI പാലിച്ചിട്ടില്ല എന്ന കെജ്രിവാളിന്റെ വാദങ്ങളിൽ കഴമ്പില്ല എന്നും ജസ്റ്റിസ് കാന്ത് വ്യക്തമാക്കുകയുണ്ടായി. കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു എന്നിരിക്കെ വിചാരണ പൂർത്തിയാക്കാൻ ഇനിയും സമയമെടുക്കുമെന്നത് കണക്കിലെടുത്താണ് മുഖ്യമന്ത്രിക്ക് ജാമ്യം അനുവദിക്കാൻ 2 ജഡ്ജിമാരും ഐക്യകണ്ഠേന തീരുമാനിച്ചത്. ജാമ്യം കിട്ടിയെങ്കിലും മുമ്പ് ED കേസിൽ ജാമ്യം അനുവദിച്ചപ്പോൾ ഏർപ്പെടുത്തിയ അതേ വ്യവസ്ഥകൾ ഇപ്പോഴും ബാധകമാണ്. അതായത് പുറത്തിറങ്ങുമെങ്കിലും ലഫ്റ്റനന്റ് ഗവർണറുടെ മുൻകൂർ അനുമതിയില്ലാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സന്ദർശിക്കാനോ ഡൽഹി സെക്രട്ടേറിയറ്റിൽ പോകാനോ ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കാനോ ഒപ്പിടാനോ അനുമതിയില്ല. എന്നാൽ CBI അറസ്റ്റിനെ കുറിച്ച് കെജ്രിവാളിന് ആശ്വാസമാകും വിധമാണ് ജസ്റ്റിസ് ഉജ്ജൽ ഭുയാന്റെ പ്രസ്താവനകൾ. അറസ്റ്റ് ചെയ്ത CBIയുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്നതായിരുന്നു ജഡ്ജിയുടെ വിധി. और ये आज बहुत बड़ा राहत का दिन है. माननीय मुख्यमंत्री पिछले 5 महीने से जेल में थे. जिस तरीके से हम लोग बार बार ये कह रहे थे कि भी इस केस के अंदर कुछ भी नहीं है, और CBI की एंट्री तो हुई उस टाइम पे थी जब ED के अंदर बेल हो चुकी थी. ED കേസിൽ ട്രയൽ കോടതി ജാമ്യം അനുവദിച്ചതിന്റെ ശേഷമാണ് CBI ഉണരുന്നതും കെജ്രിവാളിനെ കസ്റ്റഡിയിലെടുക്കുന്നതും. കഴിഞ്ഞ 22 മാസമായി അവർക്ക് അറസ്റ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടേയില്ല. ഇത്തരത്തിലുള്ള നടപടികൾ അറസ്റ്റിന്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ആരോപിതരെ വൈകി അറസ്റ്റ് ചെയ്യുന്ന രീതി നീതീകരിക്കാനാവാത്തതാണ്. ED കേസിൽ മോചിപ്പിച്ച തൊട്ടുടനെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ CBIക്ക് എന്താണ് ഇത്ര തിരക്ക് എന്ന് തനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നും ജസ്റ്റിസ് ഭുയാൻ പറഞ്ഞു വെക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സന്ദർശനം അടക്കം വിലക്കുന്ന ജാമ്യ വ്യവസ്ഥകളെക്കുറിച്ചും ജസ്റ്റിസ് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. എന്തുതന്നെയായാലും വ്യത്യസ്ത ഭരണകൂട ഏജൻസികൾ തുടർച്ചയായി വേട്ടയാടിയിട്ടും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുക പോലും ചെയ്യാതെ ഹർജികളും പ്രത്യേക അവധി അപേക്ഷകളും നൽകി കെജ്രിവാൾ പോരാടുകയാണ്. ആം ആദ്മിയെ സംബന്ധിച്ച് ഈ ജാമ്യം ഒരു മുതൽക്കൂട്ടാണ്. ഹരിയാനയും ഡൽഹിയും അടക്കമുള്ള തന്ത്രപ്രധാന സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കാലം പടിവാതിൽക്കൽ നിൽക്കവേ തങ്ങളുടെ പടത്തലവൻ പുറത്തിറങ്ങുന്നത് പാർട്ടിക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല. നേരത്തെ മോചിതനായ മനീഷ് സിസോദിയ അടക്കമുള്ള നേതാക്കൾ കെജ്രിവാളിനെ കാത്തിരിക്കുകയാണ്. ഈ ജാമ്യകാലവും പരാജയപ്പെടുത്താൻ പുതിയ കേസുകളുമായി ആരും വരാതിരുന്നാൽ മതി.